റൂട്ട് ഓഫ് 2.89 പ്ലസ് റൂട്ട് ഓഫ് 0.0324 പ്ലസ് റൂട്ട് ഓഫ് 0.000576 വില കാണുക. നമുക്ക് ഇതിൽ താഴത്തെടുക്കുക. റൂട്ട് ഓഫ് 2.89 ഇത് ദശാംശം കളയുമ്പോൾ 289 എന്ന് വരും. ദശാംശം കളഞ്ഞാൽ 289. 289 റൂട്ട് 17 17 × 17 289. ഇനി നമ്മൾ ഇതിപ്പോൾ 289 റൂട്ട് എഴുതിയത്. അപ്പോൾ 2.89 റൂട്ട് കാണാൻ നമ്മൾ ദശാംശ സ്ഥാനം എത്രയുണ്ട് നോക്കുക. ദശാംശം 2 സ്ഥാനമാണ്. എത്ര ദശാംശ സ്ഥാനമാണോ അതിൻ്റെ പകുതി സ്ഥാനം എടുക്കുക. 2 ദശാംശ സ്ഥാനത്തിൻ്റെ പകുതി 1 സ്ഥാനം. എന്നിട്ട് ഈ 17 ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കി കുത്തിടുക. 17 ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കി കുത്തിടുക. ഉത്തരം 1.7. ഇതുപോലെ നമ്മൾ ഓരോന്നും കാണണം. അടുത്തത് ഇതിൽ ദശാംശം ഒഴിവാക്കി എന്താകും? 324. 324 റൂട്ട് 18 18 × 18 324. അപ്പോൾ റൂട്ട് ഓഫ് 0.0324 എങ്ങനെ കാണും? എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കുക. 4 സ്ഥാനം. ദശാംശ സ്ഥാനത്തിൻ്റെ പകുതി എടുക്കുക. 4ൻ്റെ പകുതി 2. എന്നിട്ട് ഈ 18 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുക. 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ ഇത് വരും 0.18. അതുപോലെ 0.000576 നമ്മൾ ദശാംശം ഒഴിവാക്കിയ സംഖ്യ എന്ത് വരും? 576 റൂട്ട് 24. 24 × 24 576. അപ്പോൾ റൂട്ട് ഓഫ് 0.000576 എങ്ങനെ കാണും? ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം എടുക്കുക. 3 3 6 സ്ഥാനം. 6ൻ്റെ പകുതി 3. 24-ൽ 3 സ്ഥാനം ഇടത്തോട്ട് നീക്കി കുത്തിടണം. 24-ൽ 3 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 24 2 സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 0 കൂടി ഇട്ട് കുത്തിടുക. ദശാംശം ഇടുക. 0.024 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 3ൻ്റെ ഉത്തരം കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 3ഉം കൂടി കൂട്ടണം. ആദ്യത്തെ ഉത്തരം 1.7. അടുത്ത ഉത്തരം 0.18. അടുത്ത ഉത്തരം 0.024. എഴുതുമ്പോൾ ദശാംശം നേർരേഖയിൽ വരുന്ന രീതിയിൽ വേണം എഴുതാൻ. ഇനി കൂട്ടുമ്പോൾ ഇവിടെ 4 മാത്രമേ ഉള്ളൂ. 4 ഇറക്കിയിട്ടു. അടുത്തത് 2 8 10 ശിഷ്ടം 1 1 1 2 7 9 ദശാംശം ഇട്ടു. ഇവിടെ 1. ഉത്തരം 1.904. 1/8 പ്ലസ് 5/16 പ്ലസ് 7/64 വില കാണുക. നമുക്കിവിടെ 3 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണം. 3 ഭിന്ന സംഖ്യകൾ കൂട്ടണം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഛേദങ്ങളൊന്നും തുല്യമല്ല. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ അല്ല. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയാലേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഛേദങ്ങൾ തുല്യമായാലേ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ 8ൻ്റെ ഗുണിതമാണ് 64. 8ൻ്റെ മൾട്ടിപ്പിളാണ് 64. 8 8 64. അതുപോലെ 16ൻ്റെ ഗുണിതമാണ് 64. 4 64. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 8നെയും 64 ആക്കുക. ഗുണിച്ചിട്ട് 16നെയും ഗുണിച്ച് 64 ആക്കുക. അപ്പം എല്ലാം തുല്യവും. അപ്പോൾ നമ്മളിവിടെ 8 64 ആവാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കണം. അപ്പോൾ 1/8 ഇട്ടു ഇൻറ്റു 8/8 പ്ലസ് അതുപോലെ 5/16 ഇൻറ്റു 16നെ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട്. അപ്പോൾ അംശത്തെയും ഛേദത്തെയും 4 കൊണ്ട് ഗുണിക്കുക. 5/16 ഇൻറ്റു 4/4 പ്ലസ് 7/64. ആദ്യത്തെ 2 ഭിന്നസംഖ്യകൾ ഗുണിക്കുക. അംശങ്ങൾ ഗുണിക്കുക, ഛേദങ്ങൾ ഗുണിക്കുക. 8/64 പ്ലസ് അടുത്ത 2 ഫ്രാക്ഷൻസ് ഗുണിക്കുക. അംശങ്ങൾ ഗുണിക്കുക, ഛേദങ്ങൾ ഗുണിക്കുക. അതിനാൽ 20/16 64 പ്ലസ് ഈ ഭിന്നസംഖ്യ ഒറ്റയ്ക്കാണ് അവിടെ എഴുതി 7/64. ഇപ്പോൾ എല്ലാ ഫ്രാക്ഷൻസിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. ഛേദങ്ങൾ തുല്യപ്പെട്ടു. ഇനി കൂട്ടുക. അംശങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ മതി. 8ഉം 20ഉം കൂട്ടിയാൽ 28. അതിൻ്റെ കൂടെ 7 കൂട്ടിയാൽ 35/64 ഇടുക. ഉത്തരം 35/64. നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു, അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛന് ഇപ്പോൾ 50 വയസ്സാണ്. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കാണുക. നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് തന്നിട്ടുണ്ട് 50. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കാണണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബന്ധം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കാണാൻ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ പകുതി കണ്ടാൽ മതി. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കാണാൻ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ പകുതി എടുത്താൽ മതി. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം സമം അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം /2. അപ്പോൾ 50ൻ്റെ പകുതി 50/2. ഉത്തരം 25 വയസ്സ്. 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വീതം വാങ്ങി അതേ വിലയ്ക്ക് 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭശതമാനം എത്രയാണ്? ഇവിടെ 50 രൂപ കൊടുത്തിട്ട് 10 ഓറഞ്ച് വാങ്ങി. അതായത് 10 ഓറഞ്ചിൻ്റെ വാങ്ങിയ വില 50 രൂപയാണ്. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ വാങ്ങിയ വില 50/10 5 രൂപയാണ് ഒരു ഓറഞ്ചിൻ്റെ വാങ്ങിയ വില. അതുപോലെ നമ്മൾ ഒരു ഓറഞ്ച് വാങ്ങിയ വിലയാണ് ഒരു ഓറഞ്ചിൻ്റെ വിറ്റ വില കാണും.
അപ്പോഴും എന്താ പറയുക 50 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നത്, പക്ഷേ 8 ഓറഞ്ചേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 8 ഓറഞ്ചിൻ്റെ വിറ്റ വില 50, 8 ഓറഞ്ചിൻ്റെ വിറ്റ വില 50. അപ്പോൾ ഓരോ ഓറഞ്ചിൻ്റെ വിറ്റ വില 50/8. നമുക്കിതിനെ 2 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 25/4 എന്ന് വരും. ഈ 25/4 ഹരിക്കുന്നതിന് നമുക്കൊരു എളുപ്പ വഴി ചെയ്യാം. ഈ 25/4നെ അംശത്തിനെയും ഛേദത്തിനെയും 25 കൊണ്ട് ഗുണിക്കുക. 25/4നെ അംശത്തിനെയും ഛേദത്തിനെയും 25 കൊണ്ട് ഗുണിക്കുമ്പോൾ 25 × 25 625, 4 × 25 100. അതായത് 100 കൊണ്ടുള്ള ഹരണം എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ 4നെ 100 25/25 കൊണ്ട് ഗുണിച്ചത്. 625/100 എന്താ ചെയ്യുക? 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കി കുത്തിടുക. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുക, 6.25 എന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ 25നെ 4 കൊണ്ട് ഹരിക്കുമ്പോഴും ഇത് കിട്ടും. എളുപ്പ വഴിക്കാണ് നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഓറഞ്ചിൻ്റെ വാങ്ങിയ വില അറിയാം, ഒരു ഓറഞ്ചിൻ്റെ വിറ്റ വില അറിയാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ലാഭമാണ്. വിറ്റ വില 6.25 ആണ്, വാങ്ങിയ വില 5 ഉള്ളൂ. അപ്പോൾ ലാഭമാണ്. എത്ര ലാഭം? 6.25 നിന്ന് 5 കുറയ്ക്കുക. ലാഭം 6.25 നിന്ന് 5 കുറയ്ക്കുമ്പോൾ 1.25 രൂപ. ഇതെന്താ കിട്ടിയ ലാഭം? ചോദ്യം എന്താ? ലാഭശതമാനമാണ്. ലാഭശതമാനം കാണാൻ സൂത്രമൊക്കെ എന്താ? ലാഭം ബൈ വാങ്ങിയ വില × 100. വില കൊടുക്കുക. ലാഭം എത്ര? 1.25 ബൈ വാങ്ങിയ വില എത്ര? ഒരു ഓറഞ്ചിൻ്റെ വാങ്ങിയ വില 5 ആണ്. അപ്പോൾ 1.25/5 × 100. നമുക്ക് ഈ 5ഉം 100ഉം വെട്ടുമ്പോൾ മുകളിൽ 20 വരും. 20 × 5 100. അപ്പോൾ 1.25 × 20 ഇത് ഗുണിക്കുക. അതായത് 125നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 250 വരും. 125 × 2 250, ഒരു 0, 2500 എന്ന് വരും. അതിൽ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുമ്പോൾ ഈ 2 0 പോയി 25 എന്ന് വന്നു. അതായത് ലാഭശതമാനം 25%. ഒരു ബക്കറ്റിൻ്റെ ആകൃതിയിലുള്ള വാട്ടർ ടാങ്ക് മുകളിൽ 50 സെൻറ്റിമീറ്ററും താഴെ 32 സെൻറ്റിമീറ്ററും വ്യാസമുള്ളതാണ്. 42 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഈ വാട്ടർ ടാങ്കിൻ്റെ ശേഷി ലിറ്ററിൽ എത്ര? പൈയുടെ വില 22/7. ഇത് 26/9/24 നടന്ന SIF പോലീസ് ആംഡ് ഫോഴ്സ് SI മെയിൻ പരീക്ഷയുടെ ചോദ്യമാണ്. ഏകദേശ ചിത്രം എന്താണ്? ഇതാണ് ബക്കറ്റിൻ്റെ ആകൃതിയുള്ള വാട്ടർ ടാങ്ക്. ഇതിന് നമ്മൾ വൃത്തസ്തൂപിക പീഠം എന്ന് പറയും. കാരണം വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ ഈ താഴത്തേക്കും കൂടി ഇങ്ങോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ വൃത്തസ്തൂപികയാണ്. അതിൻ്റെ അടിഭാഗം മുറിച്ച് കളഞ്ഞാൽ അവശേഷിക്കുന്നതാണത്. ഇതിനെ വൃത്തസ്തൂപിക പീഠം എന്ന് പറയും. നമുക്ക് ഇത് മുകളിലെ വ്യാസമാണ് 50, ഡയമീറ്റർ. അപ്പോൾ ആരം പകുതിയാണ്. മുകളിലെ ആരം അതിൻ്റെ പകുതി 50/2, റേഡിയസ് 50/2 25. അതുപോലെ താഴത്തെ വ്യാസം 32 ആണ്, താഴത്തെ ഡയമീറ്റർ. അപ്പോൾ താഴത്തെ റേഡിയസ് ആരം അതിൻ്റെ പകുതി 32/2 16. പിന്നെ ഉയരം ഇതിൻ്റെ ഉയരം തന്നിട്ട് എത്രയാണ്? 42, h 42. വൃത്തസ്തൂപിക പീഠത്തിൻ്റെ വ്യാപ്തം, ഇതിൽ ശേഷി ലിറ്ററിൽ കാണുക പറഞ്ഞാൽ വ്യാപ്തമാണ് കാണേണ്ടത്. ഇതിൽ കപ്പാസിറ്റി കാണണം. വ്യാപ്തം സൂത്രവാക്യം വോളിയം 1/3 πh × r² + r² + r × r. വില കൊടുക്കുക 1/3 × പൈയുടെ വില 22/7 × h നമുക്കറിയാം 42 ആണ്. ബ്രാക്കറ്റിൽ വലിയ r² എത്രയാണ്? 25² + ചെറിയ r² 16² + വലിയ r × ചെറിയ r 25 × 16. ഇതിൽ നമുക്ക് ഈ 3 × 7 21 വരെ ഗുണിക്കുമ്പോൾ 21. ആ 21 42 വെട്ടുമ്പോൾ മുകളിൽ 2 വരും. അപ്പോൾ മുകളിൽ എന്താ ഉള്ളത്? 22 × 2 ഉണ്ട്. ബ്രാക്കറ്റിൽ 25² 625 + 16² 256 + 25 × 16 400. 22 × 2 44 × നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടണം. കൂട്ടുമ്പോൾ നമുക്ക് 1281 കിട്ടും. ഈ ബ്രാക്കറ്റ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 1281. ഇനി നമ്മൾ 44ഉം 1281 കൂടി ഗുണിച്ചു. അപ്പോൾ 56,364 കിട്ടി. 56,364. ഇത് സെൻറ്റിമീറ്റർ ക്യൂബ്. കാരണം വ്യാപ്തമല്ലേ, വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ്. എല്ലാം സെൻറ്റിമീറ്റർ ആണല്ലോ, അളവുകളൊക്കെ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെൻറ്റിമീറ്റർ ക്യൂബ്. ചോദ്യത്തിൽ എന്താ? ലിറ്ററിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കണം. സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 56,364 നമ്മൾ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യും? 1000ൽ 3 0 അപ്പോൾ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 3 സ്ഥാനം ഇടത്തോട്ട് നീക്കി കുത്തണം. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 3 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുക. അപ്പോൾ എന്ത് വരും? 56.364 ലിറ്ററാണ് ഈ ടാങ്കിൻ്റെ ശേഷി. √30 2/5 + 23 3/10 പ്ലസ് ഇവിടെ ചോദ്യചിഹ്നമാണ്, ഇവിടുത്തെ സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്, സമം 2√2² ആയാൽ എക്സിൻ്റെ വില കാണുക. ഇത് 8/10/24 നടന്ന ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 പരീക്ഷയുടെ ചോദ്യമാണ്. നമുക്ക് ഈ ഇടതുവശത്ത് ഇത് രണ്ടും മിശ്ര ഭിന്നങ്ങളാണ്, മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. ഇത് കൂട്ടുമ്പോൾ നമുക്ക് ഈ സംഖ്യകൾ മാത്രം ആദ്യം കൂട്ടുക. അതായത് 30ഉം 23.
30 + 23 പ്ലസ് ഇനി ഇതിലത്തെ ഓരോന്നിലത്തെ ഫ്രാക്ഷൻ എടുക്കുക. ഇവിടെ ഒരു 2/5 ഉണ്ട്, ഇവിടെ ഒരു 3/10 ഉണ്ട്. അപ്പോൾ 30 + 23 + 2/5 + 3/10 പ്ലസ് ഈ ചോദ്യചിഹ്നം അതുപോലെ ഇട്ടു. ഈ 2√2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ എടുക്കണം, √2ന്റെ സ്ക്വയർ എടുക്കണം. 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു √2ന്റെ സ്ക്വയർ 2 അല്ലേ. √x² എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ √2ന്റെ സ്ക്വയർ 2. റൂട്ട് ഓഫ് 30ഉം 23ഉം കൂട്ടി 53 പ്ലസ് ഇനി ഇത് കൂട്ടണമെങ്കിൽ 2/5 3/10 കൂട്ടണമെങ്കിൽ ഛേദങ്ങൾ തുല്യമല്ല. അപ്പം നമ്മുടെ ഈ ഛേദം 5 10 ആക്കാൻ അംശത്തെയും ഛേദത്തെയും 2 കൊണ്ട് ഗുണിക്കുകയാണ് ഇവിടെ. അപ്പോൾ 2 4 2 10 4/10 പ്ലസ് 3/10 അതുപോലെ ഇട്ടു പ്ലസ് ചോദ്യചിഹ്നം സമം 4 2 8. റൂട്ട് ഓഫ് ഇത് കൂട്ടുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടാൻ നമുക്ക് 4 3 7/10 കാരണം ഛേദങ്ങൾ തുല്യമായി. അപ്പോൾ 4 3 7/10 എന്ന് വന്നു. 53ന്റെ കൂടെ ആ 7/10 കൂട്ടുമ്പോൾ 53 7/10 പ്ലസ് ചോദ്യചിഹ്നം അതുപോലെ ഇട്ടു സമം 8. നമുക്ക് ഈ സമവാക്യത്തിൽ ഈ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യ കാണണമെങ്കിൽ ഈ റൂട്ട് ചിഹ്നം ഇവിടുന്ന് പോകണം. റൂട്ട് ചിഹ്നം പോകാനായിട്ട് നമ്മൾ ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും വർഗം കണ്ടാൽ മതി. അതായത് സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, ഇരുവശത്തും വർഗം കാണുക. അപ്പോൾ ഇത് എഴുതി റൂട്ട് ഓഫ് 53 7/10 പ്ലസ് ചോദ്യചിഹ്നം ഹോൾ സ്ക്വയർ സമം 8². ഇരുവശത്തും വർഗം കണ്ടു. നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എക്സ് ആണ്. റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഈ റൂട്ട് ചിഹ്നവും സ്ക്വയർ കൂടി വരുമ്പോൾ അകത്ത സംഖ്യ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ റൂട്ടും കളയുക സ്ക്വയറും കളയുക. 53 7/10 പ്ലസ് ചോദ്യചിഹ്നം സമം 8² 64. ഇതിന്ന് നമുക്ക് ഈ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യ കാണാൻ നമ്മൾ ഈ 53 7/10 വലത്തോട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് പോസിറ്റീവ് മാറി കുറയ്ക്കണം എന്നാവും. അപ്പോൾ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യാസമം 64 കുറയ്ക്കണം 53 7/10. ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യാസമം 64 - 53 7/10. 64 മൈനസ് ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി 53 × 10 530 7 കൂട്ടി 537/10. ഇതെങ്ങനെ കുറയ്ക്കുക? 64ഉം 10ഉം ഗുണിക്കുക 640 മൈനസ് 537 അതുപോലെ ഇട്ടു ഹോൾ ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതി. 640 നിന്ന് 537 കുറച്ചാൽ 103 എന്ന് വരും ബൈ 10. തിരിച്ച് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക. 103ൽ 10 പ്രാവശ്യം 10 100 ശിഷ്ടം ഒരു 3 വരും. ഛേദം 10 10 3/10 ആണ് ഉത്തരം. 50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ആദ്യത്തെ 20 കിലോമീറ്റർ 5 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും അടുത്ത 14 കിലോമീറ്റർ 7 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും അടുത്ത 16 കിലോമീറ്റർ 8 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും ഓടുന്നു. അത്ലറ്റിൻ്റെ ശരാശരി വേഗത കാണുക. ഇവിടെ ആകെ ദൂരം 50 കിലോമീറ്റർ ആണ്. അതിനെ നമ്മൾ 3 എണ്ണാക്കി വിഭജിച്ചിരിക്കുകയാണ്. ആദ്യം ഒരു 20 കിലോമീറ്റർ, പിന്നെ ഒരു 14, 20ഉം 14 34, പിന്നെ ഒരു 16, 34, 6, 40, 50. അങ്ങനെ 50 കിലോമീറ്ററിനെ 3 ഘട്ടങ്ങളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഘട്ടത്തിലും ഇത് ദൂരമാണ് 20 കിലോമീറ്റർ, ഇത് വേഗതയാണ്. അപ്പോൾ ദൂരവും വേഗത അറിഞ്ഞാൽ സമയം കാണാം. ഓരോ ഘട്ടത്തിലും സമയം കാണാം. അപ്പോൾ ഘട്ടം 1 സമയം കാണാൻ ദൂരം ബൈ വേഗത. ഇവിടെ എത്ര? 20/5 സമയം 4 മണിക്കൂർ കിട്ടി. ഇങ്ങനെ ഓരോന്നിലും കാണുക. രണ്ടാം ഘട്ടത്തിൽ ഇതാണ് 14 കിലോമീറ്റർ ആണ് ദൂരം, 7 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് വേഗത. സമയം കാണാൻ 14/7 2 മണിക്കൂർ. മൂന്നാം ഘട്ടത്തിൽ ദൂരം 16, വേഗത 8, സമയം കാണാൻ 16/8 2 മണിക്കൂർ. നമ്മൾ എന്ത് ചെയ്തു? 3 ഘട്ടങ്ങളിലുള്ള സമയം കണ്ടെത്തി. നമുക്ക് എന്താ കണ്ട? ശരാശരി വേഗത. ശരാശരി വേഗത കാണാൻ ആകെ ദൂരം ബൈ ആകെ സമയം, ആകെ ദൂരത്തെ ആകെ സമയം കൊണ്ട് ഹരിക്കുക. ആകെ ദൂരം നമുക്കറിയാം 50 കിലോമീറ്റർ ആണ്. അപ്പോൾ 50 സമയം എല്ലാം കൂടി കൂട്ടുക 4 + 2 + 2. അപ്പോൾ 50/4 2 6 2 8 50/8. ഇതിനെ നമുക്ക് 4 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 4 കൊണ്ടല്ല 2 കൊണ്ട് വെട്ടിച്ചുരുക്കാം. 25 2 50 4 2 8 25/4 വരും. നമുക്കതിനെ മിശ്രഭിന്നായിട്ട് ഹരിക്കുമ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 25ൽ 4 6 4 24 ശിഷ്ടം 1/4 6 1/4 എന്ന് എഴുതാം. ഈ 1/4 പറഞ്ഞാൽ നമുക്കറിയാം 0.25 ആണ്. 1/4 പറഞ്ഞാൽ കാൽ, അതായത് 0.25. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 6.25 ആണ് എന്ത്? ശരാശരി വേഗതയല്ലേ. അപ്പോൾ 6.25 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് ഉത്തരം. 0.001ൻ്റെ എത്ര ശതമാനമാണ് 0.001? എത്ര ശതമാനമാണ് എന്ന ഉത്തരം കാണാൻ നമുക്ക് ഈ ലളിതമായ സൂത്രവാക്യം ഉപയോഗിക്കാം. ഏത് ബൈ ഏതിൻ്റെ × 100. എത്ര ശതമാനം എന്ന് ചോദ്യത്തിൽ വന്നാൽ ഈ സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. ഏത് ബൈ ഏതിൻ്റെ × 100. ഇവിടെ ഏത് എന്നുള്ളത് 0.001, ഏതിൻ്റെ 0.01ൻ്റെ. അപ്പോൾ ഇതിൽ വില കൊടുക്കുക. ഏത്
0.001 ബൈ ഏതിൻ്റെ 0.01 ഇൻറ്റു സൂത്രവാക്യത്തിൽ 100. നമുക്ക് ഈ അംശങ്ങൾ തമ്മിൽ ഗുണിക്കാം. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക, 100ൽ 2 0, അപ്പോൾ 2 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കണം. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 ദശാംശ സ്ഥാനം വലത്തോട്ട്, അപ്പോൾ ഈ ദശാംശം 2 സ്ഥാനങ്ങൾ നീക്കുമ്പോൾ ദശാംശം ഇവിടെ എത്തി 1ൻ്റെ പുറത്ത്. അപ്പോൾ അംശം എന്തായി 0.1 എന്നായി. ബൈ ഛേദം 0.01. ദശാംശ സംഖ്യകൾ ഹരിക്കുമ്പോൾ അംശത്തിലോ ഛേദത്തിലോ ദശാംശം കൂടുതലെന്ന് നോക്കുക. ഇവിടെ ഛേദത്തിലാണ് ദശാംശം കൂടുതൽ. ദശാംശം കേട്ട് 2 സ്ഥാനമുണ്ട്, അവിടെ ദശാംശം കേട്ട് 1 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ എവിടെ കൂടുതൽ? ഛേദത്തിലാണ്. നമ്മൾ എവിടെയാണോ കൂടുതൽ അവിടുത്തെ ദശാംശം കളയുക. എവിടെയാണോ ദശാംശ സ്ഥാനം കൂടുതൽ അവിടെ ദശാംശം ഒഴിവാക്കുക. ഇവിടുത്തെ ദശാംശം കളഞ്ഞാൽ എന്താവും സംഖ്യ? ഛേദം 1 ആയി. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ ദശാംശം കളയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത് ഈ ദശാംശത്തിനെ 2 സ്ഥാനം വലത്തോട്ട് നീക്കുക ചെയ്ത്. ഈ ദശാംശം കളയുക പറഞ്ഞാൽ ദശാംശം 1 2 സ്ഥാനം ഇങ്ങോട്ട് നീക്കിയപ്പോഴാണ് ദശാംശം പോയത്. അതുപോലെ നമ്മൾ തുല്യമായി ഇവിടെയും ചെയ്യണം. ഇവിടെ 2 സ്ഥാനം വലത്തോട്ട് നീക്കി, അപ്പോൾ ഇവിടെയും 2 സ്ഥാനം വലത്തോട്ട് നീക്കണം. പക്ഷേ ഇവിടെ വലത്ത് ഭാഗത്ത് 1 അക്കേ ഉള്ളൂ, 2 അക്കം നീക്കണ്ടേ 2 സ്ഥാനം. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ഒരു 0 ഇട്ടാൽ മതി 1ൻ്റെ കൂടെ. അപ്പോൾ അംശം എന്ത് വന്നു? 10 ബൈ ഛേദം 1, 10 ബൈ 1 10. 0.01 10% 0.001. ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യ 10 ഓവറിൽ റൺ റേറ്റ് 5.9 ആയിരുന്നു. ബാക്കി 40 ഓവറിൽ എത്ര റൺ റേറ്റ് ഉണ്ടെങ്കിൽ 359 റൺസ് ലക്ഷ്യത്തിലെത്തും? നമ്മൾ എണ്ണം ശരാശരിയിൽ നിന്ന് 2 പട്ടിക ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം ആകെ 50 ഓവറാണ്, അതിൽ 10 ഓവറിൽ, അപ്പോൾ എണ്ണത്തിൻ്റെ അവിടെ നമ്മൾ 10 ഇട്ടു. അപ്പോഴത്തെ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ശരാശരിയാണ് 5.9. അപ്പോൾ ആദ്യത്തെ 10 ഓവറിൽ ശരാശരി 5.9, 10 5.9. ബാക്കി 40 ഓവർ, അപ്പോൾ അടുത്ത 40 ഓവറിൽ എത്ര റൺ റേറ്റ്? അവിടുത്തെ ശരാശരി അറിയില്ല. എത്ര റൺ റേറ്റ് നേടിയാൽ ആകെ എത്രയാണ് വിജയലക്ഷ്യം? 359 റൺസിൽ എത്തുന്നതാണ്. നമ്മളിവിടെ 10 കളിയിലത്തെ ശരാശരി 5.9. തുടർച്ചയായ 3 ഒറ്റസംഖ്യകളിൽ ആദ്യത്തേതിൻ്റെ 4 ഇരട്ടി മൂന്നാമത്തേതിൻ്റെ ഇരട്ടിയേക്കാൾ 6 കൂടുതലാണ്. രണ്ടാം ഒറ്റസംഖ്യ എത്ര? തുടർച്ചയായെന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ഓഡ് നമ്പേഴ്സ്. ഒറ്റസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സാണ്. ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം 1 3 5 7 അപ്പോൾ 2 കൂടി പോകണം. 1 1 2 3 3 2 5 അങ്ങനെ കൂടി പോകുന്നതാണ് എന്താ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റസംഖ്യകൾ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ഒറ്റസംഖ്യ എക്സ് എടുക്കുക. അപ്പോൾ അടുത്ത ഒറ്റസംഖ്യ 2 കൂടി x+2. അതിനടുത്ത ഒറ്റസംഖ്യ വീണ്ടും 2 കൂടി x+4. അപ്പോൾ നമുക്ക് 3 ഒറ്റസംഖ്യകൾ കിട്ടി. ഈ ഒറ്റസംഖ്യകൾ തമ്മിലൊരു ബന്ധം ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ആദ്യത്തേതിൻ്റെ 4 ഇരട്ടി, ആദ്യത്തെ ഇവിടെ x ആണ്, അതിൻ്റെ 4 ഇരട്ടി 4x എന്ന് പറയണത് മൂന്നാമത്തേതിൻ്റെ ഇരട്ടി. മൂന്നാമത്തേതാ x+4, അതിൻ്റെ ഇരട്ടി പറഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 × x+4 മൂന്നാമത്തേതിൻ്റെ ഇരട്ടിയേക്കാൾ 6 കൂടുതലാണ്, അതിൻ്റെ കൂടി 6 കൂട്ടി. അപ്പോൾ ഇത് 2 തുല്യമാണ്. അതായത് ആദ്യത്തേതിൻ്റെ 4 ഇരട്ടി എന്ന് പറയുന്നത് സമട്ടു മൂന്നാമത്തേതിൻ്റെ ഇരട്ടിയേക്കാൾ 6 കൂടുതൽ. ഇനി ഈ സമവാക്യം നമുക്ക് സോൾവ് ചെയ്യാം, നിർദ്ധാരണം ചെയ്യാം. ഇടതുവശം 4x അതുപോലെ ഇട്ടു സമം ഈ 2 കൊണ്ട് ബ്രാക്കറ്റ് 2 ഗുണിക്കണം. 2 × x 2x പ്ലസ് 2 × 4 8 പ്ലസ് 6. എക്സ് എല്ലാം ഒരു ഭാഗത്ത്, ഇവിടെ 4x എഴുതി, ഈ 2x അങ്ങോട്ട് എടുത്തു. അപ്പോൾ 4x മൈനസ് 2x സമം 8 6 കൂട്ടി 14. 4x 2x കുറച്ചാൽ 2x സമം 14, x സമം 14/2 7. നമുക്ക് എക്സിൻ്റെ വില കിട്ടി. എക്സ് നമ്മൾ എന്താ എടുത്തിരുന്നത്? ആദ്യത്തെ ഒറ്റസംഖ്യ x, അതായത് 7. ചോദ്യം എന്താ? രണ്ടാമത്തെ ഒറ്റസംഖ്യ. അപ്പോൾ ആദ്യത്തെ ഒറ്റസംഖ്യ 7 ആണെങ്കിൽ അടുത്ത ഒറ്റസംഖ്യ 7 2 9 ഉത്തരം. തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത പദം കാണുക. 14 34 133 352 ഡാഷ്. നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്, അതിലെ അടുത്ത പദം കാണണം, വിട്ടുപോയ പദം കാണണം. ഇത് 26/9/24 നടന്ന SIF പോലീസ് ആംഡ് ഫോഴ്സ് SI പരീക്ഷയ്ക്ക്, മെയിൻ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നമുക്ക് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 3 5 7 11 എക്സെട്ര, ഇതാണ് പ്രൈം നമ്പേഴ്സ്. അതായത് ഈ സംഖ്യകളെ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ. ഈ സംഖ്യകൾക്ക് ഒന്നും ആ സംഖ്യയും മാത്രമേ ഘടകങ്ങൾ ഉണ്ടാവുള്ളൂ, ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. വേറെ ഒരു സംഖ്യയും ഘടകങ്ങൾ ഉണ്ടാവില്ല. അങ്ങനത്തെ സംഖ്യകളാണ് നമ്മൾ എന്ത് പറയുക? അഭാജ്യ സംഖ്യകൾ. അപ്പോൾ ഈ പ്രൈം നമ്പേഴ്സ് എടുത്തിട്ട് ഇതിലത്തെ ഓരോ പ്രൈം നമ്പേഴ്സ് എടുക്കുക. ആദ്യത്തെ പ്രൈം നമ്പർ 2, എന്നിട്ട് അതിൻ്റെ ക്യൂബ് കാണുക.
പിന്നെ അടുത്ത പ്രൈം നമ്പർ 3 അതിൻ്റെ ക്യൂബ്, അടുത്ത പ്രൈം നമ്പർ 5 5ൻ്റെ ക്യൂബ്. അപ്പോൾ ഓരോ പ്രൈം നമ്പർ എടുത്ത് അതിൻ്റെ ക്യൂബ് കണ്ടിട്ട് ആദ്യം 6 കൂട്ടുക. 6 മുതൽക്കാണ് തുടങ്ങേണ്ടത്. 6 കൂട്ടുക. അപ്പോൾ 2 ക്യൂബ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 പ്ലസ് 6 കൂട്ടുമ്പോൾ 14 ശ്രേണിയിലത്തെ ആദ്യത്തെ പദം കിട്ടി. അടുത്ത ഭാജ്യസംഖ്യ 3 അതിൻ്റെ ക്യൂബ് കാണുക. 7 കൂട്ടുക. 3 ക്യൂബ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 27 പ്ലസ് 7 ചെയ്താൽ 34 ശ്രേണിയിൽ അടുത്ത പദം കിട്ടി. അടുത്ത ഭാജ്യസംഖ്യ 5 5ൻ്റെ ക്യൂബ് കണ്ടിട്ട് 8 കൂട്ടുക. 5 ക്യൂബ് 5 ഇൻറ്റു 5 ഇൻറ്റു 5 125 പ്ലസ് 8 133 ശ്രേണിയിൽ അടുത്ത പദം കിട്ടി. അടുത്ത ഭാജ്യസംഖ്യ 7 7 ക്യൂബ് പ്ലസ് 9 ചെയ്യുക. 7ൻ്റെ ക്യൂബ് 7 ഇൻറ്റു 7 ഇൻറ്റു 7 343 പ്ലസ് 9 352 ശ്രേണിയിൽ അടുത്ത പദം കിട്ടി. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ 11 അതിൻ്റെ ക്യൂബിനോട് 10 കൂട്ടുക. 11 ക്യൂബ് പറഞ്ഞാൽ 11 ഇൻറ്റു 11 ഇൻറ്റു 11 1331 10 കൂട്ടിയ 1341 ഇവിടെ വിട്ടുപോയ പദം. റൂട്ട് ഓഫ് 49 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സമം 8.2 ആയാൽ എക്സിൻ്റെ വില കാണുക. റൂട്ട് ഓഫ് 49 7 49ൻ്റെ വർഗ്ഗമൂലം 7 പ്ലസ് ഈ റൂട്ട് എക്സ് അതുപോലെ ഇട്ടു സമം 8.2. നമ്മൾ 7നെ അങ്ങോട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് 7 എന്നുള്ളത് കുറയ്ക്കണം 7 എന്നാവും. റൂട്ട് എക്സ് സമം ഇവിടെ 8.2 ഉണ്ട്. ഈ പോസിറ്റീവ് 7 അങ്ങോട്ട് എടുത്തു -7. റൂട്ട് എക്സ് സമം 8.2 7 കുറച്ചാൽ 1.2 വരും. 8.2 7 കുറച്ചാൽ 1.2. എക്സിൻ്റെ റൂട്ട് അതായത് റൂട്ട് ഓഫ് എക്സ് 1.2 ആണെങ്കിൽ എക്സ് എങ്ങനെ കാണും? 1.2ൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. എക്സിൻ്റെ റൂട്ട് 1.2, എക്സിൻ്റെ വർഗ്ഗമൂലം 1.2. അപ്പോൾ എക്സ് കാണാൻ 1.2ൻ്റെ വർഗ്ഗം കണ്ടാൽ മതി. 1.2 ഹോൾ സ്ക്വയർ. 1.2 ഹോൾ സ്ക്വയർ കാണാൻ ദശാംശം ഇല്ലാണ്ട സ്ക്വയർ കാണുക. ദശാംശം ഇല്ലാണ്ട 12ൻ്റെ സ്ക്വയർ 144. ദശാംശ സ്ഥാനം എത്രയുണ്ടെന്ന് നോക്കുക. ദശാംശം കേട്ട് ഒരു സ്ഥാനം. സ്ക്വയർ കാണുമ്പോൾ വർഗ്ഗം കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ ഇരട്ടി എടുക്കണം നമ്മൾ. ഇപ്പോൾ ദശാംശ സ്ഥാനം 1 അതിൻ്റെ ഇരട്ടി 2 ഇട്ട് 2 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുക. ഉത്തരം 1.44. ഒരു സംഖ്യയെ 5/4 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 4/5 കൊണ്ട് ഗുണിച്ചാൽ എത്ര ശതമാനം തെറ്റ് സംഭവിക്കും? സംഖ്യ അറിയില്ല, നമുക്ക് സംഖ്യ എക്സ് എടുക്കുക. അപ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? 5/4 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഗുണനഫലം എത്ര? 5/4 കൊണ്ട് സംഖ്യയെ ഗുണിച്ചാൽ 5/4 എക്സ് എന്ന് വരും. ഇനി അതാണ് ശരിക്കുള്ളത് വേണ്ടത്. പകരം എന്ത് ചെയ്തു? 4/5 കൊണ്ട് ഗുണിച്ചു. പക്ഷേ അത് തെറ്റാണ്, അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ തെറ്റായ ഗുണനഫലം എത്രയാണ്? 4/5 എക്സ്. അപ്പോൾ ശരിയായ ഗുണനഫലം 5/4 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 5x/4 അല്ലേ? തെറ്റായ ഗുണനഫലം 4/5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 4x/5 വരും. അപ്പോൾ നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് തെറ്റ്. ഇത് തമ്മിൽ കുറച്ചാൽ കിട്ടുന്നതാണ്. അത്രയും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 5x/4 4x/5 കുറയ്ക്കുകയാണ്. ഇത് കുറയ്ക്കാൻ നമുക്ക് ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. 5 25x ഇടത്ത് ചിഹ്നം മൈനസ്. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 16x/ ഛേദങ്ങൾ ഗുണിക്കുക. 4 20. അംശങ്ങൾ കുറയ്ക്കുമ്പോൾ 25x 16x കുറച്ചാൽ 9x/20. ഇതാണ് എന്ത്? തെറ്റ്. ഇത്രയും തെറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ചോദ്യം എന്താ? തെറ്റിൻ്റെ ശതമാനം കാണണം. ഇത് തെറ്റാണ്, തെറ്റിൻ്റെ ശതമാനം കാണണം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? സൂത്രവാക്യം തെറ്റിൻ്റെ ശതമാനം കാണാൻ തെറ്റ് ബൈ യഥാർത്ഥ ഉത്തരം ഇൻറ്റു 100. തെറ്റിൻ്റെ ശതമാനം കാണാൻ തെറ്റ് ബൈ യഥാർത്ഥ ഉത്തരം ഇൻറ്റു 100. തെറ്റ് എത്രയാണ്? 9x/20 ബൈ യഥാർത്ഥ ഗുണനഫലം എത്രയാണ്? 5x/4 ഇൻറ്റു 100. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അംശം അതുപോലെ ഇടുക. 9x/20 ഇൻറ്റു ഛേദത്തിനെ തിരിച്ചിടണം. ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് അല്ലെങ്കിൽ ഉൾക്രമം കൊണ്ട് കുടിക്കണം. അപ്പോൾ 9x/20 അതുപോലെ ഇട്ടു ഇൻറ്റു ഇത് തിരിച്ചിട്ടു 4/5x ഇൻറ്റു 100. നമുക്കിതിൽ എന്ത് ചെയ്യാം? ഈ 20ഉം 100ഉം വെട്ടുമ്പോൾ 5 വരും. 20ഉം 100ഉം വെട്ടിയാൽ 5 വരുമ്പോൾ എക്സും എക്സും വെട്ടിപ്പോയി. ബാക്കി 9 ഇൻറ്റു 4 ഇൻറ്റു 5/5 വരുന്നുണ്ട്. വീണ്ടും ഈ 5ഉം 5 വെട്ടിപ്പോയിട്ട് ഉത്തരം 9 36% എന്ത്? എത്ര ശതമാനം തെറ്റെന്നാണ് ഉത്തരം? എത്രയാണ്? 36%.